നമുക്കേ ഒന്ന് മധുരൈ വരെ പോയി വന്നാലോ? പോകുന്നത് 2 ദിവസം പോലും തികച്ചില്ലെങ്കിലും ഈ 2 ട്രോളി ബാഗ് എന്തായാലും ഞങ്ങൾക്ക് വേണം. ആ വലിയ ട്രോളി ബാഗില്ലേ, ആ ട്രോളി ബാഗ് ജസ്റ്റ് ഇൻ കേസ് സാധനങ്ങൾ മാത്രം കുത്തി നിറച്ചിട്ടുള്ളൊരു ബാഗാണ്. പാക്ക് ചെയ്ത് വന്നപ്പോഴൊന്നും ഇത്രയും ബുദ്ധിമുട്ടുണ്ടായിരുന്നില്ല. പക്ഷേ ഇത് ചുമന്നോണ്ട് നടന്നപ്പോഴാണ് ഇതിൻ്റെ ഒരു ബുദ്ധിമുട്ട് ഞങ്ങൾക്ക് മനസ്സിലായത്. അങ്ങനെ ഞങ്ങൾ റെയിൽവേ സ്റ്റേഷനിലൊക്കെ എത്തി, കേറി, ഉറങ്ങി, രാവിലെ എഴുന്നേറ്റു. അപ്പോഴാണ് കാര്യം അറിഞ്ഞത്, ഇത് മധുരയിലേക്കല്ല പോകുന്നെ. മനമധുരയിൽ ഇറങ്ങണം. ഇനി നമ്മൾ എന്ത് ചെയ്യും മല്ലയ്യ എന്ന് നോക്കി നിൽക്കുമ്പോഴാണ് മനസ്സിലായത്, ഇനി ഒന്നും ചെയ്യാനില്ല എന്ന്. പക്ഷെ എന്തെങ്കിലുമൊക്കെ ചെയ്യണമല്ലോ. അങ്ങനെ അവിടെ ഒരു ടാക്സിക്കാരനെ വിളിച്ചു. ഞങ്ങള് "ഒന്നാക്കി തരോ ചേട്ടാ" എന്ന് കാല് പിടിച്ച് ഞങ്ങള് വണ്ടി കേറി വീണ്ടും പോവുകയാണ്. തളരാതെ ഞങ്ങൾ പോയി. പക്ഷേ പുള്ളി വണ്ടിയെടുക്കാൻ കുറച്ച് താമസിച്ചു. അങ്ങനെ ഞങ്ങൾ കേറി, ഞങ്ങള് ഹോട്ടലിലെത്തി. നമ്മൾ താമസിക്കുന്നത് ഒരു മെജസ്റ്റിക് എന്ന് പറഞ്ഞൊരു ഹോട്ടലിലാണ്. നല്ലൊരു ഹോട്ടലാണ്. സോ ലഗേജൊക്കെ വെച്ചു. കുമാർ മെസ്സിലെത്തിയിരിക്കുകയാണ്. ഒരു ഇൻഫ്ലുവൻസറിന്റെ ഒരു വീഡിയോ കണ്ടിട്ടാണ് ഇവിടുത്തെ മട്ടൻ ബിരിയാണി അടിപൊളിയാന്ന് പറഞ്ഞിട്ട്. ശരിക്കും അടിപൊളിയാട്ടോ. ഞാൻ ട്രൈ ചെയ്തതിൽ വെച്ച് ഏറ്റവും ബെസ്റ്റ് മട്ടൻ ബിരിയാണിയാണ് മധുരയിലെ കുമാർ മെസ്സിലെ മട്ടൻ ബിരിയാണി. സോ നെക്സ്റ്റ് ടൈം നിങ്ങള് മധുരയിൽ പോകുമ്പോൾ ഇത് മിസ് ഔട്ട് ചെയ്യണ്ട. ആൻഡ് ഈ ഒരു ഗോലി സോഡയും ട്രൈ ചെയ്തു. അതും അടിപൊളിയായിരുന്നു.